റഷ്യൻ ഭരണകൂടം തങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക മികവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ഗവേഷകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വൻകിട പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ന്യൂ ഹെൽത്ത് പ്രിസർവേഷൻ ടെക്നോളജീസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി മനുഷ്യന്റെ വാർദ്ധക്യത്തെ തടയാനും ആയുസ് ഗണ്യമായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യം വെച്ചുള്ളതാണ്. കുതിരസവാരി നടത്തിയും ഐസ് ഹോക്കി കളിച്ചുമൊക്കെ തന്റെ ഫിറ്റ്നസ് എപ്പോഴും പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പുതിയൊരു അതീവ രഹസ്യ നീക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. 26 ബില്യൺ ഡോളറിന്റെ, അതായത് ഏകദേശം 2.1 ലക്ഷം കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണ് പുടിന്റെ നേതൃത്വത്തിൽ റഷ്യയിൽ നടപ്പിലാക്കുന്നത്. 73 വയസ്സ് പിന്നിട്ട പുടിൻ തന്റെ അധികാരം ദീർഘകാലം നിലനിർത്താനുള്ള ഒരു തന്ത്രമായാണ് ഈ ശാസ്ത്ര ഗവേഷണത്തെ കാണുന്നതെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം ബീജിംഗിൽ നടന്ന സൈനിക പരേഡിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ തുടർച്ചയായി മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ അമരത്വം നേടാൻ ആകുമെന്ന പുടിന്റെ രഹസ്യ സംഭാഷണം യാദൃശ്ചികമായ മൈക്കിലൂടെ ചോർന്നിരുന്നു. അന്ന് പലരും ഇതൊരു തമാശയായി മാത്രം കണ്ട് ചിരിച്ചു തള്ളിയെങ്കിലും റഷ്യൻ ലബോറട്ടറികളിൽ ഇതിനായുള്ള വലിയ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യന്റെ കോശങ്ങളുടെ പ്രായമാകൽ പ്രക്രിയയെ സാങ്കേതിക വിദ്യയിലൂടെ പ്രതിരോധിക്കുക എന്നതാണ്. കോശങ്ങളുടെ പ്രായമാകൽ പ്രക്രിയ പതുക്കെ ആക്കുന്നതിനുള്ള പ്രത്യേക ജീൻ തെറാപ്പി മരുന്നുകൾ റഷ്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു വരികയാണ്. വാർദ്ധക്യത്തിന് എതിരെയുള്ള പോരാട്ടത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ചുവടുവെപ്പാണ് എന്ന് റഷ്യൻ ശാസ്ത്ര മന്ത്രാലയം അവകാശപ്പെടുന്നു. മനുഷ്യശരീരത്തിലെ കേടുവന്ന അവയവങ്ങൾക്ക് പകരമായി ലാബുകളിൽ കൃത്രിമമായി 3D ബയോ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുതിയ അവയവങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഇതിലൂടെ എലികളുടെ തൈറോയ്ഡ് ഗ്രന്ഥികളും മനുഷ്യന്റെ തരുണാസ്ഥികളും വിജയകരമായി നിർമ്മിച്ചെടുക്കാൻ ഈ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2030 പൂർണ്ണമായ അവയവ മാറ്റിവെക്കൽ ഇതിലൂടെ സാധ്യമാക്കാനാണ് റഷ്യ ഉന്നം വെക്കുന്നത്. കൂടാതെ ജനിതക മാറ്റം വരുത്തിയ ചെറിയ പന്നികളിൽ മനുഷ്യ ശരീരത്തിന് അനുയോജ്യമായ അവയവങ്ങൾ വളർത്തിയെടുക്കാനുള്ള പരീക്ഷണങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുകയാണ്. റഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ കുർച്ചാത്തോവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനും വ്ളാഡിമിർ പുടിന്റെ അടുത്ത സുഹൃത്തുമായ ഭൗതിക ശാസ്ത്രജ്ഞൻ മിഖായേൽ കോവൽചുക്കാണ് ഈ പദ്ധതിയുടെ പ്രധാന സൂത്രധാരൻ. ശാസ്ത്രത്തിന്റെ വളർച്ചയിലൂടെ മനുഷ്യശരീരം നിരന്തരം അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ പുടിന്റെ മൂത്ത മകളായ മരിയ വൊറോൺസോവയാണ് ഈ ജനിതക ഗവേഷണ പരിപാടികളുടെ മേൽനോട്ടം വഹിക്കുന്നത്. എന്നാൽ റഷ്യയുടെ ഈ പദ്ധതികളിൽ പലതും അന്താരാഷ്ട്ര ശാസ്ത്ര സമൂഹത്തിന്റെ കൃത്യമായ വിലയിരുത്തലുകൾക്ക് വിധേയമായിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഉക്രൈനിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം റഷ്യൻ ശാസ്ത്രജ്ഞർക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുന്നില്ലെന്നും ഫണ്ട് നേടാനായി പുടിൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ റഷ്യൻ ശാസ്ത്രജ്ഞർ പറയുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കും. റഷ്യയിലെ സാധാരണ പുരുഷന്മാരുടെ ശരാശരി ആയുസ് എന്നത് 68 വയസ്സാണ്. അപ്പോഴാണ് ഭരണകൂടത്തിലെ പ്രായമാകുന്ന ഉന്നത നേതാക്കൾക്കായി കോടികൾ മുടക്കി ഇത്തരമൊരു വേറിട്ട പരീക്ഷണം റഷ്യ നടത്തുന്നത്.